السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീക്കിലി പുറത്തുപോയി ഫാമിലിയോടൊപ്പം ഫുഡ് കഴിക്കുക, മന്ത്ലി ഷോപ്പിങ്ങിനിറങ്ങി ഡ്രസ്സ് എടുക്കുക, ക്വാർട്ടർലി ഫാമിലി ട്രിപ്പ് സംഘടിപ്പിക്കുക, ഇയർലി ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് റിസോർട്ടുകളിലും സ്റ്റാർ ഹോട്ടലുകളിലും റൂമെടുത്ത് താമസിക്കുക. ഇങ്ങനെയൊന്നുമായില്ലെങ്കിൽ അതൊക്കെ സ്റ്റാറ്റസിന് മോശമാണെന്ന ലക്ഷറി നറേറ്റീവുകൾ നിറഞ്ഞൊരു ബോധം ചെറുതല്ലാത്ത മലയാളികളെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലുമുറിയെ പണിയെടുത്ത് കിട്ടുന്ന തുച്ഛമായ വേതനം കൊണ്ട് കഴിഞ്ഞ തവണ ഓണം ബമ്പറിന് 50,000 രൂപ മുടക്കി 100 ടിക്കറ്റ് എടുക്കുകയും ഒന്നും അടിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇത്തവണ 40,000 രൂപ മുടക്കി 90 ടിക്കറ്റ് എടുത്ത പ്രകാശൻ പ്രതീക്ഷകൾക്ക് പുറത്ത് നെയ്തുകൂട്ടിയ 100 കൂട്ടം സ്വപ്നങ്ങൾ മുഴുവനായും തകർന്നടിഞ്ഞ് അവസാനം നിരാശ മാത്രം ബാക്കിയാവുകയും ചെയ്യുന്ന വെറും മലയാളികളുടെ ഏറ്റവും പുതിയ പ്രതീകമാണ്. ഓൺലൈൻ തട്ടിപ്പിൻ്റെ സർവ്വ കെണിവലകൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ നിരന്തരമായി അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടും 1200 കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പിനാണ് കഴിഞ്ഞ 3 വർഷത്തിനിടെ മലയാളി കൊണ്ടുപോയി തലവെച്ചു കൊടുത്തതെന്ന് സൈബർ പോലീസിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുകയാണ്. കല്യാണങ്ങളും സൽക്കാരങ്ങളും കേവലം ചെറിയ ആഘോഷങ്ങൾ പോലും നമ്മൾ മാമാങ്കങ്ങളാക്കി മാറ്റുകയാണ്. അങ്ങനെ വന്നു ചേരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതകൾ നിറവേറ്റാൻ വേണ്ടി കടൽ താണ്ടിക്കടക്കുകയും ഒരു പുരുഷായുസ് മുഴുവൻ പ്രവാസ ലോകത്തെ നെരിഞ്ഞമർന്ന് പ്രതീക്ഷകളോടെ മക്കളെ പഠിപ്പിച്ച് ഉയർന്ന ഉദ്യോഗതലങ്ങളിലെത്തിച്ച് കുടുംബത്തെ കരകയറ്റി അവസാനം രോഗങ്ങളുടെ കൂമ്പാരവുമായി നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ മുഖം കറുപ്പിക്കുന്ന ഭാര്യയെയും അകന്നു നിൽക്കുന്ന ബന്ധുക്കളെയും കാണാനിട വരുന്നു. അങ്ങനെ താനുണ്ടാക്കിയ വീട്ടിൽ ശിഷ്ടകാല ജീവിതം തള്ളി നീക്കുകയോ അല്ലെങ്കിൽ മക്കൾ നാട് വിട്ടു പറക്കുമ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ അഭയം പ്രാപിക്കുകയോ ചെയ്യുന്ന മലയാളിയുടെ ദയനീയാവസ്ഥ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതാണ്. ഇവിടെയാണ് ആടിനെ വളർത്തിയാൽ സ്റ്റാറ്റസ് പോകുമോ എന്ന ഹൈക്കോടതിയുടെ ചോദ്യം മലയാളികൾക്ക് തൊഴിലിനോടുള്ള മനോഭാവം മാറേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ശീതീകരിച്ച ചില്ലുകൂട്ടിലിരുന്നു കൊണ്ടുള്ള വൈറ്റ് കോളർ ജോലി മാത്രമാണ് മാന്യതയെന്ന വേണ്ടാത്ത വിചാരം അത് നമ്മൾ തീർച്ചയായും തിരുത്തേണ്ടതുണ്ട്. തൻ്റെ തൊട്ടപ്പുറത്തുള്ളവൻ നല്ലൊരു വീട് വെക്കുകയും പോർച്ചിൽ മുന്തിയ കാറ് പാർക്ക് ചെയ്യുമ്പോൾ തലപെരുകുന്ന രൂപത്തിലേക്ക് നമ്മളുടെ മാനസികാവസ്ഥ രൂപാന്തരപ്പെട്ടു വരികയാണ്. ഭക്ഷിക്കുക, കുടിക്കുക, സുഖിക്കുക, ഭോഗിക്കുക തുടങ്ങിയ കേവലം സുഖാസ്വാദനങ്ങൾ മാത്രമാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന ഭൗതികവാദ സിദ്ധാന്തവും മറ്റ് ലിബറൽ ആശയങ്ങളും മലയാളികളുടെ മസ്തിഷ്കത്തിൽ ഇഞ്ചക്ട് ചെയ്യപ്പെട്ടപ്പോൾ ജീവിതം അടിച്ചു പൊളിക്കാൻ എന്ത് വഴിയും സ്വീകരിക്കാൻ തയ്യാറാകുന്നു. ഇവിടെയുണ്ടാകുന്ന ചെറിയ പ്രയാസങ്ങൾ പോലും വലിയ പ്രതിസന്ധികളായി മാറുകയാണ്. നിറം കുറഞ്ഞതിൻ്റെ പേരിൽ, ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുന്ന കേവലം ചെറിയ സൗന്ദര്യ പണക്കത്തിൻ്റെ പേരിൽ പോലും മനം നൊന്ത് അവസാനം ജീവിതം ഒരൊറ്റ കയറിൽ അവസാനിപ്പിക്കുന്നിടത്തേക്ക് നമ്മൾ പരിണാമപ്പെടുന്നത് ഏറ്റവും ഭീതിതമാണ്. ആത്മഹത്യകളും ഡിപ്രഷനുകളുമൊക്കെ മലയാളികൾക്കിടയിൽ നിരന്തരമായി അധികരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പറയുന്നുണ്ട്. കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് നമ്മൾ കൂടുമാറിയപ്പോൾ സമാശ്വസിപ്പിക്കാനും പ്രശ്നപരിഹാരം നിർദ്ദേശിക്കാനും ആളില്ലാതാവുകയാണ്. ആദ്യകാലങ്ങളിൽ അതിന് കാരണവന്മാർ രംഗത്തിറങ്ങിയിരുന്നു. പക്ഷെ ഇന്ന് തങ്ങളുടെ വേദനകൾ പങ്കുവെക്കാൻ പോലും ആളില്ലാതാകുമ്പോൾ, താങ്ങാനാവാത്ത വിധം മനസ്സ് തളർന്ന് നൊമ്പരപ്പെടുമ്പോൾ അവസാനം ജീവിതം ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുകയാണ്. നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മൾ മാറി ചിന്തിച്ച് പുതിയൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. വരുമാനത്തിനനുസരിച്ച് ചിലവുകൾ പ്ലാൻ ചെയ്ത് ആത്മസംതൃപ്തിയോടുകൂടെ മുന്നോട്ട് പോകേണ്ടതിൻ്റെ പകരം പൊന്നും വീടും ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചും EMI സംവിധാനവും ക്രെഡിറ്റ് കാർഡ് ഉപഭോഗമൊക്കെ സംസ്കാരമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന് ആൾട്ടറിയുക പ്രകടിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മലയാളികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ധൂർത്തും ആഭാസങ്ങളും ഈഗോയിസവും അനാവശ്യ ആർഭാടങ്ങളും ഒഴിവാക്കി സാമ്പത്തിക സാക്ഷരത കൈവരിച്ച് പുതിയൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് സാധ്യമാക്കിയിട്ട് പ്രതീക്ഷകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടുള്ള സുന്ദരമായൊരു ജീവിതത്തെ ഇനിയും നമ്മൾ പുനരാവിഷ്കരിച്ചില്ലെങ്കിൽ തളർന്നു പോകുന്ന ജീവിതത്തെയാകും നമ്മളിപ്പോൾ കാണാനിരിക്കുന്നത്.
കേരളത്തിന് പുറത്തുള്ള ശതകോടീശ്വരന്മാർ പോലും ലളിതമായ ജീവിതത്തിൻ്റെ മധുരമായ വശങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിതം ക്രമീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ സാധാരണക്കാർ പോലും ആർഭാടത്തിലേക്ക് കൂറുമാറുന്നത് അത്യന്തം ഗൗരവതരമാണെന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുന്നു. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.